ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒത്തിരി ക്രിയേറ്റേഴ്സിൻ്റെ, അതും കൂടുതലായിട്ട് പുതിയ ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് അവരുടെ ചാനലിൽ വ്യൂസ് വരുന്നില്ല എന്നുള്ളത്. അതായത് അവരൊരു വീഡിയോ, അതായത് ലോങ് വീഡിയോ ആയിരുന്നാലും ഷോർട്ട് വീഡിയോ ആയിരുന്നാലും അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. ഒരു 5-10 വ്യൂസിൽ അവരുടെ വ്യൂസ് സ്റ്റക്കാവുന്നു. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അങ്ങനെ ഒത്തിരി പേര് പ്രോബ്ലമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ 5-10 വ്യൂസ് കൊണ്ട് നമ്മുടെ വ്യൂസ് സ്റ്റക്കാവുന്നത് എന്നും, എന്തൊക്കെ തെറ്റുകളാണ് നമ്മുടെ വ്യൂസ് ഇങ്ങനെ സ്റ്റക്കാവുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചാനലിൽ വ്യൂസ് കൊണ്ടുവരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളെ പറ്റി നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ചിലപ്പോൾ 0 വ്യൂസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ 5-10 വ്യൂസിൽ വന്നിട്ട് നിങ്ങളുടെ വ്യൂസ് സ്റ്റക്കാവുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയ ക്രിയേറ്റേഴ്സ്, നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി കാണും. നിങ്ങളുടെ ചാനലിൽ നിങ്ങളിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങളൊരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ചാനലിൽ നോക്കുന്നുണ്ട് എത്ര വ്യൂസ് ആയി എന്ന്. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതൊരു 0 തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ 5, 10, 15 ഒക്കെ ആയിട്ട് നിങ്ങളുടെ വ്യൂസ് അവിടെ സ്റ്റക്കായി നിൽക്കും. കൂടുതലും പുതിയ ക്രിയേറ്റേഴ്സിനാണ് ഈ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത്. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ പല പ്രാവശ്യം വീഡിയോസ് നമ്മൾ വാച്ച് ചെയ്യും എത്ര വ്യൂസ് ആയി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നും, അയ്യോ ചിലപ്പോൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ശരിയായിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൽ ഞാൻ ടൈറ്റിൽ ശരിയായിട്ടല്ലേ, അല്ലെങ്കിൽ എൻ്റെ തമ്പനയിൽ മോശമായി പോയോ, അതുകൊണ്ടായിരിക്കുമോ എനിക്ക് വ്യൂസ് ഇങ്ങനെ സ്റ്റക്കാവുന്നത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ഈ ഒരു വീഡിയോ നിങ്ങൾ വീണ്ടും റീ എഡിറ്റ് ചെയ്യും. അതിൻ്റെ തമ്പനയിൽ മാറ്റുകയോ ഇല്ലെങ്കിൽ ടൈറ്റിൽ തിരുത്തി എഴുതുകയോ ഒക്കെ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ പബ്ലിക് ആക്കിയ വീഡിയോ വീണ്ടും പബ്ലിക് ആക്കും. അങ്ങനെ നിങ്ങൾ പല പ്രാവശ്യം ഓരോ അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ അത് തന്നെ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂസ് നമുക്ക് സ്റ്റക്കാവുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾ പല പ്രാവശ്യം പബ്ലിക് ആക്കിയ വീഡിയോ വീണ്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി പബ്ലിക് ആക്കി കഴിഞ്ഞാൽ അത് യൂട്യൂബിനൊരു ബാഡ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂട്യൂബ് വിചാരിക്കും ചിലപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ വിചാരിച്ചിട്ട് യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് കുറയ്ക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വ്യൂസ് നമുക്ക് കുറയും, നമ്മുടെ വീഡിയോ മറ്റാരിലേക്കും റെക്കമെൻഡ് ചെയ്യാതാവും. അങ്ങനെയാണ് നമുക്ക് വ്യൂസ് കുറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പറയാം, നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് എന്തുകൊണ്ടാണ് നമ്മുടെ വ്യൂസ് ലഭിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ വ്യൂസ് സ്റ്റക്കായി പോകുന്നു എന്ന് പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുന്നു. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമോ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് എന്ന് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയ ക്രിയേറ്റേഴ്സാണ്, പലർക്കും അതറിയില്ല. കോപ്പിറൈറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ അവർ പേടിച്ച് അവരുടെ ചാനലിൻ്റെ ആ വീഡിയോസ് ചിലപ്പോൾ പ്രൈവറ്റ് ആക്കുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് എന്ന് വന്നെന്നോ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് എന്ന് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ആ ഒരു വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ചാനലിനെയോ അല്ലെങ്കിൽ ചാനലിൻ്റെ മോണിറ്റൈസേഷനെയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഭാവിയിൽ മോണിറ്റൈസേഷൻ ആവുന്നതിനെയോ ഒന്നും നമ്മുടെ കോപ്പിറൈറ്റ് ബാധിക്കുന്നതല്ല. അങ്ങനെ നിങ്ങൾ പല പ്രാവശ്യം ഇങ്ങനെ നിങ്ങളുടെ ചാനലിൽ കോപ്പിറൈറ്റ് വന്നു എന്ന് കരുതിയിട്ട് ആ വീഡിയോ പ്രൈവറ്റ് ആക്കുകയോ പബ്ലിക് ആക്കിയ വീഡിയോ നിങ്ങൾ പ്രൈവറ്റ് ആക്കുകയോ ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ റീച്ച് കുറയും. ആ ഒരു അവസരത്തിലും നമ്മുടെ ചാനലിൻ്റെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കിട്ടണമെന്നില്ല. ഇനി നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കൂട്ടുന്നതിനും നമ്മുടെ ചാനലിൻ്റെ റെക്കമെൻഡേഷൻ കൂട്ടുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരേ കണ്ടന്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഒരേ കണ്ടന്റിൽ നിന്നുകൊണ്ട് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റിൽ നിങ്ങൾക്ക് 2 വ്യത്യസ്ത കണ്ടന്റുകൾ ചെയ്യാം. ലോങ് വീഡിയോസിൽ നിങ്ങൾ ഒരു കണ്ടന്റും ഷോർട്ട് വീഡിയോസിൽ ഒരു കണ്ടന്റും അങ്ങനെ ഉൾപ്പെടുത്തി നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഡെയിലി ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. വീക്കിലി 2-3 ലോങ് വീഡിയോ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വ്യൂസും അതുപോലെ നമ്മുടെ ചാനലിൻ്റെ റെക്കമെൻഡേഷനും നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും.
ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. നമ്മുടെ വീഡിയോയിൽ, അതായത് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ നമ്മൾ കൊടുക്കണം. അതായത് നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ മറ്റൊരു വ്യൂവേഴ്സിന്റെ ഹോം പേജിൽ എത്തുന്ന സമയത്ത് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ കൊടുത്ത ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിലായിരിക്കും. അത് അവർക്കൊരു ഇംപ്രസീവ് ആയിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീഡിയോ അവർ വാച്ച് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു മറ്റുള്ളവരിലേക്ക് ക്യാച്ച് ചെയ്യുന്ന തരത്തിലുള്ള തമ്പനയിൽ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവർ ക്ലിക്ക് ചെയ്ത് കാണാനിടയാവും. അങ്ങനെ നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ വ്യൂസ് വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലോങ് വീഡിയോയ്ക്ക് ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള തമ്പനയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും നമ്മുടെ വ്യൂവേഴ്സ് അത് ക്ലിക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതുവഴി നമ്മുടെ ചാനലിന്റെ വ്യൂസ് നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോ ആയിക്കോട്ടെ ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ അതിൽ അനുയോജ്യമായിട്ടുള്ള 2 or 3 കീവേഡുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കീവേഡ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, ആ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കീവേഡ്സ് അത് ഹാഷ് കീ ഇട്ടതിന് ശേഷം കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നു, ഒരു ചിക്കൻ കറിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ കേരള ചിക്കൻ കറി എന്നോ സ്പൈസി ചിക്കൻ എന്നോ ഒക്കെ നമ്മുടെ വ്യൂവേഴ്സ്, ഇപ്പോൾ നിങ്ങൾ എന്താണോ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും മറ്റ് വ്യൂവേഴ്സും ആ ഒരു റെസിപ്പിയിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോസും കൂടെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഹാഷ് കീ ഇട്ടതിന് ശേഷം കീവേഡ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തെ പറ്റി പറയാം. നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും ശരിയായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കറക്റ്റ് രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കയറി കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ വീഡിയോസ് എങ്ങനെയാണോ അപ്ലോഡ് ചെയ്യുന്നത്, അതിന് ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ ഏത് രീതിയിലാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് ആ രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ വ്യൂസ് നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതുവഴി നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ആകാത്തവർക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമ്മുടെ ചാനലിൻ്റെ സ്റ്റക്കായി നിൽക്കുന്ന നമ്മുടെ വ്യൂസിനെ കൂടുതൽ വ്യൂസിലേക്ക് കൊണ്ടുവരാമെന്നും നമ്മുടെ ചാനൽ എങ്ങനെ റീച്ചിലേക്ക് കൊണ്ടുവരാമെന്നും എങ്ങനെയാണ് നമ്മുടെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കീവേഡ്സ് കൊടുക്കേണ്ടതെന്നും അതുപോലെ എങ്ങനെ നമ്മുടെ ചാനൽ ശരിയായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് വന്നു അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല, അങ്ങനെ എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ അറിയില്ല, അങ്ങനെ നമ്മുടെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്നെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.